നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷനായ കായൽ സുൽത്താൻ ബോട്ട് ക്ലബിന്റെ പ്രസിഡന്റ് ബഷീർ PT ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ എത്തിച്ചേർന്ന എല്ലാ സപ്പോർട്ടും ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുന്നിൽ നിന്ന് നയിച്ച ഞങ്ങളുടെ മുഖ്യരക്ഷാധികാരി അയക്കുക. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അംഗം ഷാദ്, അതുപോലെ തന്നെ നിങ്ങളുടെ രക്ഷാധികാരി അലി, മറ്റു വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, ഈ ക്ലബിൻ്റെ ഭാരവാഹികളെ, ഈ പരിപാടിയിൽ സംഘം പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് അവിടുത്തെ കായലുകളിലെ വള്ളംകളിയാണ് എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ഏറ്റവും വലിയ ഓണക്കാലത്തിന്റെ ആഘോഷം എന്ന് പറയുന്നത് നമ്മുടെ കായലിലെ വള്ളംകളിയാണ്. ഇനിയിപ്പോ തുടങ്ങും. എല്ലാവരും എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ക്ലബുകളും നന്നായി നടക്കുന്നുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യമാണ് തുഴഞ്ഞത്. നമ്മൾ കുറച്ചു കാലം ആലപ്പുഴയിൽ നിന്നൊക്കെ കൊടുന്നിട്ടായിരുന്നു തുഴഞ്ഞിരുന്നത്. മറ്റ് വൈവിധ്യമുള്ള പദ്ധതികൾക്ക് നമുക്ക് രൂപം കൊടുക്കാൻ വേണ്ടി കഴിയണം. നമ്മുടെ മക്കളുടെ സാംസ്കാരിക കായിക ശേഷിയെ വികസിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ പുതിയ തലമുറയ്ക്ക് അതിനാവശ്യമായിട്ടുള്ള ഇടങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഇത്ര സന്തോഷം നൽകുന്ന ഒരു ചടങ്ങിൽ ഈ അടുത്ത കാലത്തൊന്നും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനടക്കമുള്ള കുറച്ച് ആളുകൾ ഇവിടെ നിന്ന് താമസം മാറിപ്പോയെങ്കിലും പടിഞ്ഞാറ്റുമുറിക്കാർ എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും ഇവിടെയായാലും പുറത്തായാലും ഏത് സ്ഥലത്തായാലും പടിഞ്ഞാറ്റുമുറിയുടെ പേരിലാണ് നമ്മളൊക്കെ അറിയപ്പെടുന്നത്. ആ ഒരു സന്തോഷം ഇരട്ടിയാക്കുന്നതാണ്, അതിനകത്ത് ഏറെ അഭിമാനം പകർന്നു നൽകുന്നതാണ് നമ്മുടെ ഈ ക്ലബിന്റെ ഈ പ്രവർത്തനം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ പടിഞ്ഞാറ്റുമുറിയുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഈ പുഴ മാറ്റിക്കഴിഞ്ഞാൽ പടിഞ്ഞാറ്റുമുറിയില്ല. ഇപ്പോഴാണ് ജീവിത ഉപാധികളൊക്കെ തേടി പല മേഖലകളിലേക്ക് പുഴയിൽ മത്സ്യം പിടിച്ച് ഇതിനകത്ത് ചകിരി പൂശി ഇതിലൂടെ മണ്ണ് കൊണ്ടുവന്ന് അങ്ങനെയൊക്കെയാണ് വിവിധ തലത്തിലുള്ള തൊഴിൽ. ഫ്ലാഗ് പ്രദർശിപ്പിക്കാനുള്ളതാണ്. അതിനുവേണ്ടി വാർഡ് മെമ്പർ നിഷാദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അത് ഏറ്റുവാങ്ങാൻ ഈ വഞ്ചിയുടെ ക്യാപ്റ്റൻ ക്ഷണിക്കുകയാണ്. സഹോദരങ്ങളെ, നാട്ടുകാരെ, ഇന്നലെ വളരെ സന്തോഷമായ ഒരു സമയത്താണ് നമ്മളുള്ളത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഇവിടെ വ്യത്യസ്തമായ രീതിയിലുള്ളതുപോലെ ചില സീസണുകളിൽ ബോട്ടെടുത്ത് മത്സരം നടത്തുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട്. അതിനൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് സുൽത്താൻ ക്ലബ്ബ് അവർ കുറച്ചു കാലമായി ഇതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഓരോ മെമ്പറും 10,000 രൂപ വരെ എടുത്തിട്ടുള്ള ഒരു കഠിനമായ പരിശ്രമത്തിലാണ് ഈ ക്ലബ്ബ് അംഗങ്ങളെല്ലാവരും ഉള്ളത്. വലിയൊരു എമൗണ്ടാണ് ഈ ഒരു ചെറിയൊരു സംഗതിക്ക് വേണ്ടി തന്നെ മാറ്റി വെക്കേണ്ടി വന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ അരിക്കാൻ അവിടെ പ്രത്യേക എടുത്ത് പറഞ്ഞു. നമുക്കറിയാം, വലിയൊരു എമൗണ്ട് അതിന്റെ ബാലൻസ് വേണ്ടി വന്നപ്പോൾ അത് ഞാൻ തരാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന സുൽത്താൻ ക്ലബ്ബ് എല്ലാ മേഖലകളിലും ഇപ്പോൾ ഫുട്ബോൾ ടൂർണമെന്റുകളിലൊക്കെ വളരെ മികച്ചു നിൽക്കുന്ന ഒരു ക്ലബ്ബാണ്. നമ്മുടെ പ്രാദേശികമായ ടൂർണമെന്റുകളിലൊക്കെ അവിടെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വള്ളംകളിയിലും വളരെ ഏറ്റവും നല്ല രീതിയിൽ മത്സരം കാഴ്ചവെക്കാൻ സുൽത്താൻ ക്ലബിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്ലം, മുഹമ്മദ് അസ്ലം, ഷാ ട്രാവൽ അദ്ദേഹത്തെ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ സുൽത്താൻ ക്ലബിന്റെ പ്രസിഡന്റ് ബഷീർ, ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിന്ധു, ബ്ലോക്ക് മെമ്പർ ഷിഹാബ്, നിഷാദ് അബൂബക്കർ, മറ്റു വളരെ 1.5 വർഷക്കാലം പരിശ്രമിച്ചുകൊണ്ട് ഈ ഒരു മഹത്തായ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച സുൽത്താൻ ക്ലബിൻ്റെ
പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ്. യുവാക്കളെ ലഹരി വിമുക്തമാക്കുന്നതിലൊക്കെ സുൽത്താൻ ക്ലബ്ബ് നിർവഹിച്ചു പോരുന്ന നിസ്തുലമായ പങ്ക് ഏറെ എടുത്തു പറയേണ്ടതാണ്. മറ്റുള്ള റിലീഫ് പ്രവർത്തനങ്ങളിലൊക്കെ ഈ ക്ലബ്ബ് നിർവഹിച്ചു പോരുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കിക്കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന ജലോത്സവത്തിൽ ഏറ്റവും നല്ല വിജയം കൈവരിക്കാൻ ഞങ്ങൾക്കും മറ്റുള്ള ക്ലബിലെ ഭാരവാഹികൾക്കും ടീമംഗങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഏത് രീതിയിൽ വേണമെങ്കിലും സഹകരിക്കാമെന്ന് പറഞ്ഞ ഒരു ആളുകളാണ് റഹ്മ പ്രവാസി കൂട്ടായ്മ. അദ്ദേഹം അതിന്റെ പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം 2 വാക്ക് സംസാരിക്കും. റഷീദ് കൊളേക്കാടിനെ ഈ ക്ഷണിച്ചുകൊള്ളുകയാണ്. സുൽത്താൻ ബോട്ട് ക്ലബിന്റെ ഉദ്ഘാടനവും ലോഗോപ്രകാശനം നിർവഹിക്കുന്ന ഈ മഹത്തായ ചടങ്ങിന്റെ അധ്യക്ഷൻ ബഷീർ, ഇത് പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിന്ധു, ബ്ലോക്ക് മെമ്പർ പ്രിയപ്പെട്ട ഷിഹാബ്, നമ്മുടെ വാർഡ് മെമ്പർ പ്രിയപ്പെട്ട നിഷാദ്, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള മഹത് വ്യക്തിത്വങ്ങളെ, നല്ലവരായ നാട്ടുകാർ. ഒരു കാലം നമുക്ക് നമ്മുടെ മുൻഗാമികൾക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തുകൊണ്ടോ നമ്മുടെ മക്കള് നീന്താനും മറ്റുമൊക്കെ സ്വിമ്മിംഗ് പൂളുകളും അതേപോലെ നീന്തൽ കുളങ്ങളൊക്കെ ആശ്രയിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സുൽത്താൻ ക്ലബിന്റെ ചുണക്കുട്ടികള് ഒരുപാട് പ്രതിബന്ധങ്ങളെ വടഞ്ഞു മാറ്റിക്കൊണ്ട് തന്നെ മനോഹരമായ ഒരു വള്ളം വീട്ടിലിറക്കിയിരിക്കുകയാണ്. അതിന്റെ മഹത്തായ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു. ഉന്നതങ്ങളിലെത്താൻ, വിജയത്തിന്റെ സോപാനങ്ങളിലെത്താൻ അവർക്ക് ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ റഹ്മ പ്രവാസി കൂട്ടായ്മയുടെ എല്ലാവിധ പിന്തുണയും അവർക്കുണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ സുൽത്താൻ ക്ലബിന്റെ ഈ ബോട്ട് ക്ലബിന്റെ എല്ലാവിധ ആശംസകളും എന്റെയും റഹ്മ പ്രവാസി കൂട്ടായ്മയുടെയും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഞാൻ ഈ സദസ്സ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. കാരണം ഇവിടെ എൻ്റെ ഒരു തലമുറയിൽ ഒരു വെള്ളങ്ങളിലെ ഒരു അരമുള്ള ഒരു കുറെ ചെറുപ്പക്കാർ, എൻ്റെ പ്രായത്തിലുള്ള കുറെ ആളുകളിവിടെ ഉണ്ടായിരുന്നു. അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് ഇരിക്കുകയാണ് ഇപ്പോൾ സുൽത്താൻ ക്ലബ്ബ് എന്ന് പറയുന്നതിൽ കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട ഈ സദസ്സിന്റെ അധ്യക്ഷൻ ബഷീർ, ഈ സദസ്സിനെ കാണുമ്പോൾ അതിയായ സന്തോഷം മനസ്സിലായി. കാരണം വെച്ചാൽ ഞാനും ഇതുപോലെ എല്ലാവരും മറ്റൊരു ക്ലബിന്റെ ഔദ്യോഗിക ഭാഗമായിട്ട് വഹിക്കുന്ന ആളാണ്. കോസ്മോസ് എന്ന് പറഞ്ഞൊരു വഞ്ചിയുടെ അതിന്റെ ആ ക്ലബിന്റെ പ്രസിഡന്റാണ് ഞാൻ. അതുപോലെ തന്നെ കായ സുൽത്താൻ സെക്രട്ടറി ഷെയ്റൂഡിന് പൊന്നാടണി. നമ്മുടെ തുഴ കൈമാറ്റമാണ്. BBRC പ്രസിഡന്റ് ജമാൽക്ക് കൈമാറും. വരിവരിയായിട്ട് വരിക. അതോടെ നമ്മളെ ഈ പരിപാടി അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഷീർ ഖാനെ ചിന്തിച്ച് ഷാബുക റഷീദ് ക ഇവിടെ
നസീർ ഏരി നമ്മുടെ നാടിന്റെ ഡോക്ടറായ ഷാഹിദ് റാഷിദ് അതുപോലെ പറക്കുംകുതിരന്റെ ആരെങ്കിലും ഉണ്ട്? കായൽ കുതിരന്റെ പ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്തിച്ചേരണം. കോസ്മോസിന്റെ പ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്തിച്ചേരണം. നാട്ടുകൊമ്പന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മണിക്കൊമ്പൻ, ഒരു 2 വാക്ക് നമ്മുടെ ഡോക്ടർ ഷാഹിദ് നിങ്ങളോട് സംസാരിക്കാം. നമുക്ക് ഈ ഒരു ബോട്ട് ക്ലബിന്റെ ഉദ്ഘാടനം നമ്മളൊരു വഞ്ചി ഇറക്കാന്ന് പ്ലാൻ ചെയ്ത സമയം മുതൽ തന്നെ ഒരുപാട് ചിന്നിച്ചിതറി കിടക്കുന്ന കൂട്ടങ്ങളെ ഒരുമിപ്പിക്കാൻ പറ്റി എന്നതാണ് ഞാൻ ഇതിൽ കണ്ട ഏറ്റവും വലിയ നേട്ടം. നല്ല അച്ചടക്കത്തോടുകൂടി നല്ല ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒത്തൊരുമിച്ച് ഓരോ താളത്തിനകത്ത് തുണയാൻ പറ്റൂ. ആ ഒരു ഡിസിപ്ലിൻ സ്പോർട്സിലൂടെ കിട്ടുകയാണെങ്കിൽ അത് മറ്റുള്ള കാര്യത്തിനും വളരെയധികം ഉപകാരപ്പെടും. കയറി വന്ന് ചോദിച്ചതാണ്. എന്താണെന്ന് വെച്ചാല് ഇപ്പോ ഇതുവരെ ബിയ്യങ്കായലില്, അതുപോലെ കടവനാട്, അതുപോലെ പുറത്തൂര് ഈ ഭാഗങ്ങളിലൊക്കെയാണ് മത്സരം നടന്നിട്ടുള്ളത്. മാറഞ്ചേരി പഞ്ചായത്തിൽ ഇതുവരെ ഒരു മത്സരം നടന്നിട്ടില്ല. അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾ BBRC എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? മൊത്തമായിട്ട് പൊന്നാനിയിലുള്ള എല്ലാ വള്ളങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ ട്രഷററാണ് ഞാൻ. പ്രസിഡന്റാണ് നേരത്തെ നിന്നത് ജമാൽക്ക. അപ്പൊ നമ്മള് പുറങ്ങ് പാലം കേന്ദ്രീകരിച്ച്, പുറങ്ങിനോട് ജോയിന്റ് ആയിട്ട് നിൽക്കുന്ന ഭാഗം കേന്ദ്രീകരിച്ച് ഞങ്ങളൊരു മത്സരം സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പുറങ്ങ് ഏരിയയിൽ നമ്മളായിട്ടുള്ള ഒരു സഹകരണങ്ങൾ ചെയ്തു തരണം. സാമ്പത്തികം വേണ്ട, നമുക്ക് ഒരു അനുമതി കിട്ടണം, പഞ്ചായത്തിന്റെ അനുമതി ഇതിൽ കിട്ടണം. പരിശീലനം മത്സരം സംഘടിപ്പിക്കാൻ നമ്മളിപ്പോ ഉള്ള പോലെ നമുക്ക് ഒരു മത്സരം കൊണ്ട് മാത്രം അത് ഒരു ക്ലബുകൾക്ക് നിങ്ങൾക്കറിയാലോ, ഇവര് എപ്പോഴും വരെ ഒരു പ്രയത്നങ്ങളൊക്കെ ഒരു ദിവസത്തിന് മാത്രമാണുള്ളത്. അപ്പൊ നമുക്കത് കൂടുതൽ ദിവസം കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മത്സരങ്ങൾ വരണം. അപ്പൊ ഇപ്പൊ തന്നെ ഞങ്ങൾ കുറെ മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കൂടെ മാറഞ്ചേരി പഞ്ചായത്തിൽ ഞങ്ങൾ ഒന്ന് നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന് നമുക്ക് വേണ്ട ഈ സഹകരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ പഞ്ചായത്തിന്റെ അനുമതികൾ, അതുപോലെ പോലീസിന്റെ അനുമതി, ഇതൊക്കെ കിട്ടണം. അപ്പൊ അതിനൊന്ന് പ്രസിഡന്റ് സഹകരണം ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സുൽത്താൻ വള്ളത്തിന്റെ എല്ലാ പ്രതിനിധികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച എത്തിച്ചേർന്ന ബ്ലോക്ക് പ്രസിഡന്റ് സിന്ധുജി, അതുപോലെ മറ്റു വിശിഷ്ടാതിഥികൾ എല്ലാവരും, കമ്മിറ്റിയുടെ മുഴുവൻ അംഗങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷന്റെ അനുമതിയോടുകൂടി പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു.